الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട് മനുഷ്യർക്കിടയിൽ. 2,24,000 എന്നും അഭിപ്രായമുണ്ട്. അതിൽ നിന്ന് 313 പേരെ സെലക്ട് ചെയ്ത് റിസാലത്ത് നൽകുകയാണ്, അഥവാ റസൂലുകളാക്കുകയാണ്. എല്ലാ നബിയും റസൂലാകണമെന്നില്ല, പക്ഷെ എല്ലാ റസൂലും നബിയായിരിക്കൽ നിർബന്ധമാണ്. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. അതാത് കാലഘട്ടത്തിൽ ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഹിദായത്തിന് പോറലേൽക്കാതെ മരിക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശീലനമാണ് നബിമാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബിമാർക്ക് ദഅവത്തിന്റെ ഡ്യൂട്ടിയില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, റസൂലല്ല. ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, റസൂലല്ല. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, റസൂലല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ഒന്നാമത്തെ റസൂലും ആണ്. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞവർ നബി അല്ലാതിരുന്നത്? ദഅവത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് ദഅവത്തിന്റെ ആവശ്യമില്ലാതെ വന്നത്? അവരാരും ശിർക്കിലും കുഫറിലും എത്തിയിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ തൗഹീദിലാണ്, അവർ ശിർക്കിലെത്തിയിട്ടില്ല. അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയെയോ ശക്തിയെയോ വസ്തുക്കളെയോ മറ്റേതെങ്കിലും മഹാന്മാരെയോ നബിമാരെയോ റസൂലുകളെയോ വലിയുകളെയോ ഷെയ്ഖുകളെയോ
മലക്കുകളെയോ ജിന്നുകളെയോ അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം ആ 3 തലമുറകൾക്ക് ഉണ്ടായിട്ടില്ല, ആ 10 തലമുറകൾക്ക് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ഒരു 3000 കൊല്ലക്കാലം. അതുകൊണ്ട് തന്നെ ഒരു റസൂലിനെ റിസാലത്ത് നൽകി ദഅവത്തിന് വേണ്ടി അയക്കേണ്ടി വന്നിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളെ മക്കൾ അങ്ങനെ 10 തലമുറയിൽ അവരുടെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏർപ്പാടുമായിട്ടാണ് നബിമാരെ നിയോഗിച്ചത്. എന്നാൽ റസൂലുകൾ അങ്ങനെയല്ല. ഏതൊരു പ്രവാചകന്റെ അനുയായികൾ പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ദീനും ഇസ്ലാമും വ്യതിചലിച്ച് പുരോഹിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരെ എന്തെങ്കിലും തരത്തിൽ നിദ്ദൻ പകരക്കാരായോ ഔ ശരീക്കൻ അല്ലെങ്കിൽ പാർട്ട്ണർമാരായോ ഔ ലഹീറൻ അല്ലെങ്കിൽ സഹായികളായോ ഔ ഷഫീഅൻ അല്ലെങ്കിൽ ശുപാർശകരായോ ഔ വസീലൻ അല്ലെങ്കിൽ ഇടയാളുകളായോ, ഈ 5 തസ്തിക അനുസരിച്ച് അല്ലാഹു അല്ലാത്ത എന്തിനെയെങ്കിലും ഏതിനെയെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ശിർക്കിലാണ്. അവരെ ദഅവത്ത് ചെയ്യാനാണ് റസൂലുകൾ വന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, റസൂലുകളെ അള്ളാഹു നിയോഗിക്കുന്നത് അള്ളാഹു എന്താണെന്നറിയാത്ത, അള്ളാഹുവിനെ പരിചയമില്ലാത്ത, അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയമില്ലാത്ത വെറും ഒരു കോമൺ മനുഷ്യരിലേക്കാണോ അള്ളാഹു റസൂലിനെ അയക്കുന്നത്? അഥവാ അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെ അറിയുന്ന, അള്ളാഹു ആരാണെന്നറിയുന്ന സമൂഹത്തിലേക്കാണോ അള്ളാഹു തആല റസൂലുകളെ നിയോഗിച്ചത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ 313 മുർസലീങ്ങളെ അല്ലാഹ് നിയോഗിച്ചത് പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഒറിജിനൽ മുസ്ലിമീങ്ങളാക്കാനാണ്, എന്നല്ലാതെ പാരമ്പര്യ മുശ്രിക്കീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനല്ല. മതം മാറ്റുക എന്നുള്ള പരിപാടി റസൂലുകൾക്കില്ല. മതം മാറ്റാൻ വേണ്ടി ഒരു റസൂലും വന്നിട്ടുമില്ല. സീറത്തുൻ നബവിയ പരിശോധിച്ചു നോക്കിയാൽ നിലവിലുള്ള സമൂഹം ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുത്ത ഷഹാദ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കുക, അല്ലെങ്കിൽ നൂഹുർ റസൂലുള്ള മുതൽ മുഹമ്മദുർ റസൂലുള്ള വരെയുള്ള റിസാലത്തിന് കൊടുത്ത ഷഹാദ തരീഖത്തുകളെ കൊണ്ടോ ഷെയ്ഖുകളെ കൊണ്ടോ ബാത്തിലാക്കുക. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആദ്യത്തെ റസൂലിനെ പരിശോധിച്ചാൽ തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് ആദ്യത്തെ റസൂലായിട്ട് പരിചയപ്പെടുത്തി തന്നത് നൂഹ് നബിയെയാണ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, തീർച്ചയായും നൂഹിനെ നാം ആ നൂഹിന്റെ കൗമിലേക്ക് നിയോഗിക്കുകയുണ്ടായി, റസൂലാക്കി അയക്കുകയുണ്ടായി. എന്നിട്ട് ആ നൂഹ് ആ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? നൂഹിന്റെ ജനം എന്ന് പറഞ്ഞാൽ ആരാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറയാണ് നൂഹിന്റെ കൗമ് എന്ന് പറഞ്ഞാൽ. ആ കൗമിലേക്ക് നാം നൂഹിനെ റസൂലാക്കി നിയോഗിക്കുകയുണ്ടായി. ശരി, ശ്രദ്ധിക്കണം. എന്തിനാണ് റസൂലാക്കി നിയോഗിച്ചത്? എന്താണ് നൂഹിന്റെ ഡ്യൂട്ടി? അൻ അൻദിർ ഖൗമക്, ഓ നൂഹ്, നിങ്ങളുടെ കൗമിന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ. മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, കെട്ടുകെട്ടുത്ത ശിക്ഷ പിടികൂടുന്നതിനു മുമ്പ് ആ കൗമിന് മുന്നറിയിപ്പ് നൽകാൻ നൂഹിനെ നാം റസൂലാക്കി നിയോഗിച്ചു. ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, മുന്നറിയിപ്പ് നൽകാൻ മാത്രം ആ 11ാമത്തെ തലമുറ എന്ത് തെറ്റാണ് ചെയ്തത്? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആ കൗമിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കൗമിന് മുന്നറിയിപ്പ് നൽകണമെന്ന് അല്ലാഹു തആല പറഞ്ഞത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കൗമിന് മുന്നറിയിപ്പ് നൽകണമെന്ന് അല്ലാഹു തആല പറഞ്ഞത്? അതേപോലെ തന്നെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, കെട്ടുകെട്ടുത്ത ശിക്ഷ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ആ കൗം എന്ത് തെറ്റാണ് ചെയ്തത്? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആ കൗം ചെയ്ത തെറ്റ് നാം വിശദീകരിക്കേണ്ടതുണ്ട്. ഇതൊരു സുമാറ് വർത്തമാനമല്ലല്ലോ. ആദ്യത്തെ റസൂലിന്റെ സംഭവമാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് അവസാനത്തെ റസൂലിന്റെ സംഭവം പഠിക്കണം. അതിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത് അൻ അൻദിർ ഖൗമക എന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. സൂറത്തു നൂഹ്
മുന്നറിയിപ്പ് നൽകുവാൻ. എന്ത് മുന്നറിയിപ്പ്? എന്തിനാണ് മുന്നറിയിപ്പ്? എന്താണ് മുന്നറിയിപ്പ്? മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം. കെട്ടുകെട്ടുത്ത നോവേറിയ ശിക്ഷ അവരെ പിടികൂടുന്നതിനു മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് നൽകണം. അത്ര അപകടത്തിലാണ് ആ കൗം ഉള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തായിരുന്നു ആ അപകടം? നൂഹ് നബിന്റെ കൗം ചെയ്ത തെറ്റെന്താണ്? അല്ലാഹു തആല ഓരോ കൗമും ചെയ്ത തെറ്റുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നൂഹ് നബിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദിലേക്ക് സ്വാലിഹ് നബി ആദിലേക്ക് ഹൂദ് നബിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഹൂദ് നബിന്റെ കൗമ് ചെയ്ത തെറ്റെന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വഇലാ സമൂദ അഖാഹും സാലിഹ, സമൂദിലേക്ക് സ്വാലിഹ് നബിയെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ സമൂദിന്റെ ഗോത്രം, സമൂദ് ശക്തികൾ എന്താണ്? അവർ ചെയ്ത തെറ്റെന്താണെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൂത്ത് നബി അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ആ ലൂത്ത് നബിന്റെ കൗമ് ചെയ്ത തെറ്റെന്താണെന്ന് നാടന്മാർക്കും കൂടി അറിയാവുന്നതാണ്. അതും അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് നിയോഗിക്കുന്നത് ആസറിന്റെ കൗമിലേക്ക്, നമ്രൂദിന്റെ കൗമിലേക്ക്. അവര് ചെയ്തത് എന്താണെന്നും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല ഇബ്രാഹിം നബിന്റെ കുടുംബത്തിൽ പേരക്കുട്ടികളെ കൂട്ടത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലി സമൂഹത്തിലേക്ക് ഫിറഔന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഫിറഔൻ ചെയ്ത തെറ്റെന്താണെന്ന് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല ആ പാരമ്പര്യത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നു. അന്ന് ഇസ്രായേലിയർ ചെയ്ത തെറ്റെന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിന്റെ ഒരു മകൻ ഇസ്മായിലിന്റെ പാരമ്പര്യത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അല്ലാഹു തആല നബിയാക്കി റസൂലാക്കി നിയോഗിക്കുന്നു. അന്ന് ഖുറൈശി സമൂഹത്തിന്റെ ജീർണതകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിന്റെ ജീർണത എന്തായിരുന്നു? നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ വായിക്കുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരൊക്കെയാണല്ലോ. ഞാൻ സാധാരണ പറയാറുണ്ട്, നാം പറയുന്ന വിഷയം സെൽഫികൾക്ക് തെർബിയത്തും ഷിയാക്കൾക്ക് ദഅവത്തുമാണ്. ആ രീതിയിൽ നാം പറയുന്ന വിഷയം കാണണം. അതുകൊണ്ട് സെലഫികൾ ഞങ്ങളെല്ലാം തേഞ്ഞവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കേണ്ടെന്ന് ചിന്തിക്കണ്ട. സെലഫികൾക്ക് തെർബിയത്ത് ആവശ്യമാണ്, ഷിയാക്കൾക്ക് ദഅവത്ത് ആവശ്യമാണ്. ഈ രണ്ട് സമൂഹത്തെയും പരിഗണിച്ചുകൊണ്ട് വേണം റസൂലിന്റെ മൻഹജ് അനുസരിച്ചൊരു ദായിക്ക് ദഅവത്ത് ചെയ്യാൻ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയം, രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട വിഷയം, ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കൗമിലേക്ക് നിയോഗിച്ചത് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ദീനുൽ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തുപോയത്? അവർ മുസ്ലിമീങ്ങളാണ്. നൂഹ് നബിന്റെ കൗമ് അന്ന് ഇറാഖിലെ ജനത കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, ആദമി ശരീഅത്തനുസരിച്ച്. കൃത്യമായി നോമ്പുവെക്കുന്നവരാണ്, ആദമി ശരീഅത്തനുസരിച്ച്. കൃത്യമായി സദഖ സക്കാത്തുകൾ നൽകുന്നവരാണ്, ആദമി ശരീഅത്തനുസരിച്ച്. കൃത്യമായി നോമ്പിന് കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരാണ്, ആദമി ശരീഅത്തനുസരിച്ച്. കൃത്യമായി ആഖിറത്തിന് വേണ്ടി മെനക്കെടുന്നവരാണ്. അവർ പള്ളിയിലെ ഇമാമിങ്ങളാണ്. വലിയ വലിയ പള്ളികൾ അന്നുണ്ടായിരുന്നു. അവർ വലിയ വലിയ മുദരിസുകളാണ്, ഇസ്ലാം ദീനിനെ പഠിപ്പിക്കുന്ന മുദരിസുകളാണ്. അതേപോലെ തന്നെ വലിയ വലിയ ഖാദിമാരുമാണ്, നല്ല നല്ല ഇൽമുള്ളവരുമാണ്. ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരാണ് അവര്. ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരാണ് അവര്. അവരിലേക്ക് എന്തിനാണ് നൂഹ് നബിയെ റസൂലാക്കി അയച്ചത്? രണ്ടിലൊന്നാണ്. ഒന്നിക്കിൽ മുസ്ലിമീങ്ങൾ എന്തോ കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പരമ്പരാഗതമായി വേറെ ഏതോ മതത്തിലാണ്, ആ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യാൻ. ഞാൻ ആദ്യം ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ ഏതെങ്കിലും മതം ലോകത്ത് നിലവിലുണ്ടോ? വല്ലാഹി ഇല്ല. ലോകത്ത് മതങ്ങൾ തുടങ്ങുന്നത് തന്നെ നൂഹ് നബിന് ശേഷമാണ്, വഫാത്തിന് ശേഷം. ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ മതം നൂഹ് നബിന്റെ റിസാലത്തിനെ അനുഗമിച്ചുകൊണ്ട് ദ്രാവിഡ മതമാണ്. നൂഹ് നബിന്റെ റിസാലത്തുമായിട്ടൊരു ബന്ധവും ആ ദ്രാവിഡ മതത്തിനില്ല. രണ്ടാമതായിട്ട് ഇബ്രാഹിം നബിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ആര്യമതം ഉണ്ടാകുന്നത്. നൂഹ് നബിന്റെ കാലവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. മൂന്നാമത് മൂസ നബിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ജൂതമതം ഉണ്ടാകുന്നത്. നൂഹ് നബിന്റെ കാലവുമായിട്ടൊരു ബന്ധവും ആ മതത്തിനില്ല. നാലാമത് ദാവൂദ് നബിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മജൂസി മതം ഉണ്ടാകുന്നത്. നൂഹ് നബിന്റെ കാലവുമായിട്ടൊരു ബന്ധവും ആ മതത്തിനില്ല. ഈസ നബിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. നൂഹ് നബിന്റെ കാലവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷീഈ മതം ഉണ്ടാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഖുർആനിന്റെ നസ്സ് കൊണ്ടോ ഹദീസിന്റെ നസ്സ് കൊണ്ടോ സീറത്ത് കൊണ്ടോ താരിഖ് കൊണ്ടോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ ലോകത്തൊരു മതവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ജനം മുഴുവനും മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങൾ. പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്തിനാണ് പിന്നെ റസൂൽ വന്നത്? അവർ ദിക്റ് ചെല്ലുന്നവരാണ്, അവർ ദുആ ചെയ്യുന്നവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ പള്ളിയിലെ മുദരിസുമാരാണ്, അവർ പള്ളിയിലെ ഖാളിമാരാണ്, അവർ പള്ളിയിൽ ദർസ് നടത്തുന്നവരാണ്, അവർ ഒരുപാട് ദീനീ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സാധു സംരക്ഷണം നടത്തുന്നവരാണ്, അബലകളെയും അഗതികളെയും സംരക്ഷിക്കുന്നവരാണ്, സ്വർഗത്തിന് വേണ്ടി നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, നരകത്തിൽ നിന്ന് കാവല്യം തേടുന്നവരാണ്. ഈ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ലോകത്ത് ആർക്കുമില്ല നൂഹ് നബിന്റെ ഖൗമിന്റെ കാര്യത്തിൽ. എന്നിട്ടും ഒരു റസൂൽ ആവശ്യമായി വന്നത് എന്തുകൊണ്ടാണ്? ഇതിനെപ്പറ്റി എന്താണ് ഗൗരവമായി നാം പഠിക്കാത്തതും മനസ്സിലാക്കാത്തതും? ഈ സംഭവം ആരോ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, ഉമ്മത്തിന്റെ മുമ്പിൽ വിശദീകരിക്കാതെ. ഇതിൽ ഉലമാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇത് ഒളിപ്പിച്ചു വെക്കുന്നതിൽ ഒരുപാട് ഷീഈ ഗൂഢാലോചനകളുണ്ട്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തും ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങളെയും കൂടി ചരിത്രപരമായി ബന്ധിപ്പിച്ചാൽ ഈ കാലഘട്ടത്തിൽ ആ കൂട്ടരാരാണ് എന്ന് കൃത്യമായി മനസ്സിലാവും. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ സംഘടനകൾക്കോ മതക്കാർക്കോ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കോ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് എന്ന് ആ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിലാണ് ശൈത്വാൻ ശിർക്കിന്റെ പ്രചരണം ആരംഭിച്ചത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചപ്പോൾ ആ ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ ആദം നബിന്റെ 1-ാം 2-ാം തലമുറകൾക്ക് ശിർക്കിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളെ ബാപ്പ ആരാന്നറിയുമോ? ആകാശത്തിൽ നിന്ന് വന്ന ആളാണ്. അള്ളാഹു തന്റെ കൈകൊണ്ട് ഖലഖതു ബിയദയ്യ എന്ന് അള്ളാഹു പറഞ്ഞ മഹാനാണ്. ആകാശത്തിൽ അള്ളാഹ് നേർക്ക് നേരെ ഇൽമു പഠിപ്പിച്ച മഹാനാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആകാശത്തിൽ മലക്കുകൾ സുജൂദ് ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ ഉപ്പുപ്പ എന്ന് പറഞ്ഞ ആള്. ഉസ്ജുദു ലി ആദമ ഫസജദു. അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പാർപ്പിച്ചു അള്ളാഹ് സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ഉപ്പാനെയും ഉമ്മാനെയും. അതാണ് ആദം. ചില്ലറക്കാരനല്ല ആദം. ആ ആദം ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരിക്കലും ആ ആദമിന്റെ സ്ഥാനത്തെത്താൻ കഴിയില്ല. ആ ആദമിനെ നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉപ്പയായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല, മറിച്ച് മരിച്ചതിന് ശേഷം ആ ഖബറിനെ ഇടയാളായിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് ആദമിനെ അള്ളാഹ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ആദമിന്റെ ഖബറിനെ മറക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ആദമിന്റെ ഖബറിനെ അത് ഓർമ്മയിലില്ലാതെ പോയി? എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ അള്ളാഹ് മനഃപൂർവ്വം തന്നിരിക്കുന്ന ഒരു വസീലയാണ് നിങ്ങളെ ബാപ്പ ആദം. അതുകൊണ്ട് നിങ്ങൾ ആ ഖബറിനെ മറക്കരുത്. പക്ഷെ ആ തലമുറ ബാപ്പാന്റെ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള ഉപദേശം കൈവിടാൻ തയ്യാറായില്ല. അവര് ഖബറിലെത്തിയില്ല. 2-ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട്. 2-ാമത്തെ നബിയാണ് ശീസ് നബി. ആദം നബിന്റെ 41-ാമത്തെ മോനാണ്. ആ ഖബറിലും ജനം എത്തിയില്ല. അവർ മുഅ്മിനീങ്ങളായി മുവഹിദുകളായി അള്ളാഹു മാത്രം എന്ന നയത്തിൽ ഉറച്ചു നിന്നു. അതാണ് ഉപ്പുപ്പ ആദം പഠിപ്പിച്ചത്. അള്ളാഹു തആല അവരിലേക്ക് ഇദ്രീസ് നബിയെ നബിയാക്കി നിയോഗിച്ചത് ശൈത്താന്റെ ഈ വലയത്തിൽ നിന്ന് അവരെ പരിവർത്തിപ്പിച്ചെടുക്കാനാണ്, അവരെ ഉറപ്പിച്ചു നിർത്താനാണ്, ഇസ്തിഖാമത്ത് നൽകാനാണ്. ഒരു കാരണവശാലും ഉപ്പുപ്പമാരുടെ ഖബറുങ്കൽ എത്തിപ്പോകരുത്, അതോടുകൂടി ഷഹാദ ബാത്തിലാകും, അതുകൊണ്ട് സൂക്ഷിച്ചോളണമെന്ന് പഠിപ്പിക്കാനാണ്. എന്നാൽ അത് റിസാലത്തുമായി അയച്ചതല്ല. എന്തുകൊണ്ട് അവർ ഖബറിൽ എത്തിയിട്ടില്ല? ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചപ്പോൾ ആ ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ കളിച്ചു. മഹാനായ ഇദ്രീസ് നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ തലമുറയെ ശൈത്താൻ പറ്റിച്ചു. ഇല്ല, അവരെത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലം നുബുവത്തിന്റെ തസ്തിക നിർത്തിവെച്ചു. എന്നിട്ട് അല്ലാഹു തആല തർബിയത്തിന്റെ തസ്തിക ഉലമാക്കൾക്ക് വിട്ടുകൊടുത്തു. ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാരായിരുന്നു വദ്, സുവാ, യഊസ്, യഊഖ്, യഊൻ, നസ്ർ. ഇവർ 5 പേരും ഉലമാക്കളാണ്, ശൈഖുകളാണ്, പണ്ഡിതന്മാരാണ്. അവരെല്ലാം ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരാണ്. അവർ അഗാധ പാണ്ഡിത്യമുള്ളവരാണ്, അള്ളാഹുമായി വളരെയധികം അടുത്തവരാണ്. അത് നമ്മൾ പറയുകയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്,
ഹൗലാഇ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. അവിടെ ഖുർആൻ സൂറത്തു നൂഹില് കൗമ് ജാറത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ, വദ്ദിൽ പോയിട്ട് ഇലാഹദറത്തി പറയാൻ തുടങ്ങിയപ്പോൾ, സുവായിന്റെ ഖബറിനടുത്ത് പോയിട്ട് ഇലാഹദറത്തി പറയാൻ തുടങ്ങിയപ്പോൾ, സവായിന്റെയും യഹൂസിന്റെയും നസ്റിന്റെയും ഖബറും പുറത്ത് പോയിട്ട് ഇലാഹദറത്തി പറഞ്ഞിട്ട് തവസ്സുൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അതിന് ഇൽമുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ 3 പേര്, ഈ 5 പേര് അവരോട് ഉപ്പുപ്പന്മാരുടെ ഖബറിന്റെ അടുത്ത് അടുത്തു പോകരുത് എന്ന് പറഞ്ഞവര് മരിച്ചു. ഇറാഖിലെ പൊതു ഖബർസ്ഥാനിലായി 5 പേരെ ഖബർ ചെയ്തു. ആ ആദ്യത്തെ തലമുറ അഥവാ ഈ 5 പേരെ നേരിട്ട് കണ്ടവർ, അവരടുത്തുനിന്ന് കിതാബ് ഓതിയവർ, അവരടുത്തുനിന്ന് ഏടുകൾ പഠിച്ചവർ, അവരടുത്തുനിന്ന് ഇൽമുകൾ നേടിയവർ, അവരെ ശൈത്താൻ ഉപദേശിച്ചു. നിങ്ങളെ ഉസ്താദുമാരല്ലേ അവര് മരിച്ചിട്ട് കുറെ നാളൊന്നും ആയിട്ടില്ലല്ലോ. ഈ ആയിരക്കണക്കിന് ഖബറുകളിൽ ആ മഹാന്മാരെ ഖബറും ഇല്ലേ? നിങ്ങൾക്കറിയാലോ ആ ഖബറിനെ നിങ്ങൾ അവഗണിച്ചത് ശരിയായില്ല. നിങ്ങൾക്കൊരു ഇബ്നു അബ്ബാസിന്റെ സനദ് അങ്ങനെയാണ്. ഫൻസുബു അൻസാബ, നിങ്ങൾക്ക് മരത്തിന്റെ കമ്പ് കുത്തിക്കൊണ്ടുവന്നിട്ട് 5 പേരുടെ ഖബറിന്റെ അടുത്ത് കുത്താമായിരുന്നില്ലേ? നിങ്ങളെ മക്കൾക്ക് മനസ്സിലാകാനെങ്കിലും. അവർ നാട്ടയിൽ അവസാനിച്ചു. അവര് ശിർക്കിലെത്തിയില്ല, ഇലാഹത്തിലെത്തിയില്ല. 5 കമ്പ് കൊത്തിക്കൊണ്ട്, മരത്തിന്റെ കൊമ്പ് കൊത്തിക്കൊണ്ടുവന്ന് ഈ 5 ഖബറിന്റെ തലക്കുംഭാഗത്ത് മീസാങ്കലിനടുത്ത് കുഴിച്ചിട്ടു. എന്തിനെന്നറിയോ? തലമുറകൾക്ക് ഈ ഖബറിനൊരു പ്രത്യേകതയുണ്ട് എന്നറിയാൻ. അതെ, പണ്ഡിതന്മാരുടെ ഖബറാൻ, ആലിമീങ്ങളുടെ ഖബറാൻ, ഔലിയാക്കളെ ഖബറാൻ, ശേഖന്മാരുടെ ഖബറാൻ. ശേഖന്മാരെന്ന് ആര് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞത്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാര് മരിച്ചു തീർന്നു. അവിടുത്തെ അടുത്ത തലമുറ വന്നു. ശൈത്താൻ അവരോട് ഉപദേശിച്ചത് ഈ ഖബറിന്റെ പുറത്ത് മരത്തിന്റെ കമ്പുകൾ കുഴിച്ചിട്ടത് കണ്ടില്ലേ? നിങ്ങൾ എന്താ അതിനെപ്പറ്റി ആലോചിക്കാത്തത്? നിങ്ങളെ ഉപ്പുപ്പന്മാരെന്താ അത്ര വിഡ്ഢികളാണോ? നിങ്ങളെ കാരണന്മാരെന്താ അത്ര പൊട്ടന്മാരാണോ? ഇല്ലേ, വർത്തമാന കാലഘട്ടത്തിൽ ആരാ അങ്ങനെ പറയില്ലെന്ന് അതിൻ്റെയൊക്കെ ചേർത്ത് വായിച്ചോളണം. എന്നോട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ട് 1.5 മണിക്ക് നിർത്തിക്കോളണോ? അതുകൊണ്ട് നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് നിങ്ങളെ സമയം കളഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ കേൾക്കേണ്ടി വരുന്ന എനിക്കറിയാം. പലരും ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പരമാവധി ശ്രമിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ശ്രമമായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അവിടുത്തെ 3ാമത്തെ തലമുറ, ഇദ്രീസ് നബിന്റെ 3ാമത്തെ തലമുറ വന്നപ്പോൾ, 2ാമത്തെ തലമുറ വന്നപ്പോൾ അവർ കാണുന്നത് ചെതലരിച്ചിരിക്കുന്ന കുറെ മരത്തിന്റെ കമ്പുകളാണ്. ശൈത്താൻ തീർച്ചയായിട്ടും അവർക്ക് ഉപദേശം കൊടുത്ത്, ഈ കമ്പുകൾ നിങ്ങൾ കണ്ടില്ലേ? അവകളൊക്കെ ചെതരിച്ചിരിക്കുകയല്ലേ, മണ്ണാകാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ ഉപ്പുപ്പന്മാര് ചെയ്തതല്ലേ? നിങ്ങൾ ഉപ്പുപ്പന്മാരെന്താ അത്ര മോശക്കാരാണോ? നിങ്ങളെ കാരണന്മാരെന്താ ഒരു പഴയ ആൾക്കാരല്ലേ? ഒരു പണ്ടുപണ്ടേ ഉള്ള ആൾക്കാർ, നമ്മളെ മാതിരി ലേറ്റസ്റ്റ് അല്ലല്ലോ. ഇന്നലെ വരെ നിക്കറും ഇട്ട് ദിനേശ് വീണ്ടും കുറ്റിയും വലിച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ഏതാപാറ മുസ്ലിങ്ങളല്ലല്ലോ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. അവർക്ക് ഒന്നും തിരിയാണ്ടാണോ ഈ കുറ്റി കുഴിച്ചിട്ടിരിക്കുന്നത്? ഇത് മണ്ണരിക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് ചുരുങ്ങിയതൊരു കല്ലെടുത്ത് വെച്ചിട്ട് അത് സംരക്ഷിച്ചൂടെ? ആ 3ാമത്തെ തലമുറ ആ 5 ഖബറിന് ചുറ്റും കല്ലെടുത്ത് വെച്ച് ആ ഖബറിനെ സംരക്ഷിച്ചു. 100 കണക്കിന് ഖബറുകളെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു കാണിക്കുന്ന 4-5 ഖബർ. 4ാമത്തെ തലമുറ ശൈത്താൻ പ്രവേശിച്ചു. നിങ്ങൾ കാണുന്നില്ല ഈ ഖബറുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ 5 ഖബറുകൾക്ക്? എന്തിനാണ് ഇങ്ങനെ കല്ലെടുത്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഉപ്പുപ്പമാര് ചെയ്തതല്ലേ? ഈ പള്ളിയിലെ ഖത്തീബ് ചെയ്തതല്ലേ? ഈ പള്ളിയിലെ മുദരിസ് ചെയ്തതല്ലേ? ഇവിടുത്തെ ഖാദിയാർ ചെയ്തതല്ലേ? ഖാദി മുദരിസില്ലാതെ വേറെ ആരും ഇല്ലല്ലോ ആ നാട്ടിലന്ന്. ഏതെങ്കിലും കുഞ്ഞിരാമനോ വർഗീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനോ എന്ന് പറയാൻ അവർ ആരും ഒന്നില്ലല്ലോ. എല്ലാവരും മുസ്ലിമീങ്ങളല്ലേ അന്നുള്ളത്? എല്ലാം ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരല്ലേ? എല്ലാവരും ഇദ്രീസി ശീസി ശരീഅത്തും നുബുവത്തും അനുസരിച്ച് ജീവിക്കുന്നവരല്ലേ? അപ്പൊ പിന്നെ വേറെ ഒന്നും മാറിപ്പറയാനില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഖബറിനെ പറ്റി മനസ്സിലാക്കിക്കൂടെ? നിങ്ങളുടെ ജീവിതത്തിന്റെ അഭയമാണ് ഈ ഖബർ. നിങ്ങൾ പാപികളാണ്, ദോഷികളാണ്. നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവായിട്ട് അടുത്താൽ നിങ്ങൾക്ക് കിട്ടൂല. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹ് കൊടുക്കുള്ളൂ. നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നേരിട്ട് തരികയില്ല എന്ന കള്ളത്തരം ശൈത്താൻ പ്രവചിച്ചു. ഇന്നത്തെ സമൂഹത്തിലെ മേലാളന്മാരെന്ന് പറയുന്ന കള്ളന്മാർ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് നേർക്ക് നേരെ കിട്ടൂല കേട്ടോ എന്ന്. കള്ളമാണത്, വല്ലാഹി കള്ളമാണ്. കുഫ്രിന്റെ വാക്കാണ്, ഷിർക്കിന്റെ വാക്കാണ്. ആ സമൂഹം 5 ഔലിയാക്കളുടെ ഖബറും പുറത്തെത്തി, ഇലാഹലറത്തിയും പറഞ്ഞിട്ട്, ബിബറക്കത്തി ബിജാഹിയും പറഞ്ഞിട്ട്, അർസലല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല. ഇപ്പോഴാണ് നൂഹ് നബി റസൂലായിട്ട് വന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇപ്പം ചിന്തിക്കണ്ട, പുരക്കോ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിച്ചാൽ മതി. ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് റസൂലാക്കി നിയോഗിച്ചത് ഈ സമൂഹത്തിലാണെങ്കിൽ
എന്താണ് വിഷയം? വിഷയം അത് തന്നെയാണ്, ജാറങ്ങൾ തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നറിയിപ്പ് കൊടുക്കണം ഇവർ ചെയ്യുന്ന ഈ മഹാപാതകത്തിൽ നിന്ന് വിരമിക്കാൻ. അഥവാ മഹാന്മാരായ ഔലിയാക്കളെ കബറും പുറത്തി എന്നിട്ട് ജാഹു ബറക്കത്ത് പറയുന്ന ഈ കുരുത്തം കെട്ട ലാലിമീങ്ങൾ, ഇവര് പാപികളല്ല, പാതകികളാണ്. പാപികൾക്ക് ഞാൻ പുറത്തു കൊടുക്കും, പാതകികൾക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ശിർക്ക് പാതകമാണ്, പാപമല്ല. ബാക്കിയുള്ളത് മുഴുവനും പാപമാണ്, പാതകമല്ല. മലയാളം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പാതകികൾക്ക് മാപ്പില്ല, പാപികൾക്ക് മാപ്പുണ്ട്. മാഷാ അല്ലാഹ്. എത്ര വലിയ തെറ്റാണെങ്കിലും 99 ആളെ കൊന്നിട്ട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു പോയി, ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നു. എന്നിട്ട് 100 പൂർത്തിയാക്കി. എന്നിട്ട് പിന്നെയും മുന്നോട്ട് പോയപ്പം തൗബയുണ്ട് എന്ന് പറഞ്ഞു. അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൗബ അന്വേഷിച്ച് പോകുന്നു, എനിക്ക് മാപ്പുണ്ട്, എത്ര ആളെ കൊന്നാലും ശരി. പക്ഷെ ശിർക്കിന്റെ അഹ്ലുകാർക്ക് മാപ്പില്ല, ജാറത്തിന്റെ ആൾക്കാർക്ക് മാപ്പില്ല, വല്ലാഹി മാപ്പില്ല. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് താക്കീത് ചെയ്തു, നിങ്ങൾ ഈ ദുഷിച്ച സമ്പ്രദായത്തിൽ നിന്ന് പിന്മാറണം. ബഹുമാനപ്പെട്ട ഉപ്പുപ്പ ആദം പഠിപ്പിച്ച തൗഹീദിലേക്ക്, ഇദ്രീസ് പഠിപ്പിച്ച തൗഹീദിലേക്ക്, ഷീസ് പഠിപ്പിച്ച തൗഹീദിലേക്ക്, വദ് തങ്ങൾ പഠിപ്പിച്ച തൗഹീദിലേക്ക്, സുവാദ് തങ്ങൾ പഠിപ്പിച്ച തൗഹീദിലേക്ക്, യൗസ് യൗക്ക് തങ്ങൾ പഠിപ്പിച്ച തൗഹീദിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മടങ്ങി വരണം. ഇലാഹ ഹദ്റത്തിക്ക് ഉപയോഗിക്കാനുള്ള കേന്ദ്രമല്ല ഖബറുകൾ. അവരെ നൂഹ് നബി അവര് ചീത്ത പറഞ്ഞു, അവർ കല്ലെറിഞ്ഞു, അവർ പുലഭ്യം പറഞ്ഞു, അവർ നാടുകടത്തി, അവർ പട്ടിണി കിട്ടു, അവർ വേണ്ടാത്ത തോന്നിവാസങ്ങൾ മുഴുവനും ചെയ്തു നൂഹ് നബിക്കെതിരെ. എന്നിട്ട് അവിടുത്തെ ഉലമാക്കൾ മലഉ ഖൗമി നൂഹ്, മല എന്ന് പറഞ്ഞാൽ മൗലാനമാര്, മലയിന്റെ അർത്ഥം അറിയാതെ പോണ്ട. മലഉ ഖൗമി നൂഹ്, നൂഹ് നബിന്റെ കൗമിലെ മൗലാനമാര്, ശൈഖുനമാര് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി നൂഹ് നബിക്കെതിരെ. എന്നിട്ട് അവര് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? കൗമേ, നൂഹിനെ കാത്തോ, സൂക്ഷിച്ചോളണം കേട്ടോ, അല്ല മാത്രം എന്നും പറഞ്ഞിട്ടൊരു പിരാന്തനിയിലൂടെ നടക്കുന്നുണ്ട്. അയാൾ അംഗീകരിച്ചു പോകരുത് കേട്ടോ. ലാ തദറുന്ന ആലിഹത്തക്കും, അള്ളാഹ്ക്ക് അടയാളായിട്ട് നിശ്ചയിച്ചവരെ ആരെയും നിങ്ങൾ കൈവിടേണ്ട കേട്ടോ. വലാ തദറുന്ന വദ്ദിനെ കൈവിട്ടക്കണ്ട കേട്ടോ. വലാ സുവാ തങ്ങളെ കൈവിട്ടക്കണ്ട കേട്ടോ. വലാ യഊസ വയഊക വനസ്ര, യൗക്ക് തങ്ങളെയും നസ്ർ തങ്ങളെയും കൈവിട്ടക്കണ്ട കേട്ടോ. മലഉ ഖൗം പ്രസംഗിച്ചതാ അന്ന് ഇറാഖിന്ന് മൗലാനമാര്, ശൈഖുനമാര് നൂഹ് നബിക്കെതിരെ. വളരെ കൃത്യമാണല്ലോ കാര്യം. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം മെനക്കെട്ടത് അതിനു വേണ്ടി മാത്രമാണ്. വേറെ എന്തെങ്കിലും തോന്നിയവാസം നൂഹ് നബിന്റെ കൗമ് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അത് തിരുത്താനാണ് നൂഹ് നബി വന്നത് എന്ന് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സീറ കൊണ്ടോ തെളിയിക്കാൻ കഴിയില്ല. നൂഹ് നബിന്റെ കൗമ് ചെയ്ത ആകെ തെറ്റ് ജാറത്തിൽ പോയി എന്നത് മാത്രമാണ്, അല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്താ പറയാത്ത? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മാത്രം എന്താ ഉണ്ടാത്തത്? ബാക്കിയുള്ള ചരിത്രങ്ങളെല്ലാം മേലാളന്മാർ പറയുന്നുണ്ടല്ലോ. നൂഹ് നബിയിൽ നിന്ന് തുടങ്ങി റിസാലത്ത്, എന്നിട്ട് അഷ്റഫുൽ ഖൽഖിൽ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി തങ്ങളിൽ റിസാലത്ത് അവസാനിക്കണം. 1-ാമത്തെ അധ്യായം നൂഹ് നബിന്റെ കാലമാണ്. 2-ാമത്തെ അധ്യായം ഇബ്രാഹിം നബിന്റെ കാലഘട്ടമാണ്. 3-ാമത്തെ അധ്യായം മൂസ നബിന്റെ കാലഘട്ടമാണ്. 4-ാമത്തെ അധ്യായം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ്. 5-ാമത്തെ അധ്യായം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടമാണ്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അപ്പോൾ ദഅവത്ത് എന്താണെന്ന് മനസ്സിലായി. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും ഒരുപോലെ എൻ്റെ കൗമിനെ ഞാൻ ദഅവത്ത് ചെയ്തു അല്ലാഹു. അപ്പോൾ ദഅവത്ത് എന്താന്ന് പറയാൻ മനസ്സിലായി. എന്താണ് ദഅവത്ത്? ജാറത്തിൽ പോകാൻ പാടില്ല എന്ന് പറയൽ തന്നെയാണ് ദഅവത്ത്. വല്ലാഹി ബാക്കിയുള്ളത് മുഴുവനും അതിന്റെ അനുബന്ധം മാത്രമാണ്. ക്രിസ്ത്യാനികൾ നടത്തുന്ന ചർച്ച് മുസ്ലിമീങ്ങൾ നടത്തുന്ന ജാറത്തിന്റെ അനുബന്ധമാണ്. ഹിന്ദുക്കൾ നടത്തുന്ന അമ്പലം മുസ്ലിമീങ്ങൾ നടത്തുന്ന ജാതത്തിന്റെ അമ്പലം അനുബന്ധമാണ്. വല്ലാഹി ക്രിസ്ത്യാനികളുടെ ചർച്ച് അടിസ്ഥാനമല്ല, ഹിന്ദുക്കളെ അമ്പലം അടിസ്ഥാനമല്ല, ജൂതന്റെ സിനഗോഗ് അടിസ്ഥാനമല്ല, മറിച്ച് ശിർക്കിന്റെ അടിസ്ഥാനം നൂഹ് നബിന്റെ ഖൗമ് നടത്തിയ ജാറങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം അതിനെ ചുറ്റിപ്പറ്റി വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് ഹിന്ദുയിസവും ക്രിസ്ത്യാനിസവും ജൂതായിസവും പ്രസംഗിച്ച് നടന്നിട്ട് സമയം കളയണ്ട. അടിസ്ഥാനപരമായി പറയേണ്ടത് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ജാറങ്ങളും തന്നെയാണ്. ഇതന്നെയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും ഒരുപോലെ മെനക്കെട്ടു. അതുപോലെ അല്ലാഹുവേ അവരാരും തന്നെ ഒരു വാക്ക് പോലും
ഒരു വാക്ക് പോലും സ്വീകരിക്കുന്നില്ല. അവരെന്റെ വാക്ക് മുഴുവനും അവഗണിക്കുകയാണ്. അല്ലാഹ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരാളെന്റെ ഭാര്യ പോലും എനിക്ക് സപ്പോർട്ടില്ല. അല്ലാഹുവേ ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഭൂമിയിൽ ഒരൊറ്റ കാഫിറിന്റെയും വീട് നീ ബാക്കി വെക്കണ്ട അല്ലാഹുവേ. നിഷ്പക്ഷമായി ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട്, ഇവിടെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ഹിന്ദുക്കളെയാണോ? അന്ന് ഹിന്ദുക്കളില്ല. ക്രിസ്ത്യാനികളെയാണോ? അന്ന് ക്രിസ്ത്യാനികളില്ല. ജൂതന്മാരെയാണോ? അന്ന് ജൂതന്മാരില്ല. മജൂസികളെയാണോ? അന്ന് മജൂസികളില്ല. നിരീശ്വരവാദികളെയാണോ? അന്ന് നിരീശ്വരവാദികളില്ല. എങ്കിൽ പിന്നെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? വല്ലാഹി 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്ന, കൃത്യമായി സക്കാത്ത് സദഖകൾ കൊടുക്കുന്ന, ഒപ്പം ജാറത്തിൽ പോയി വസീല ചെയ്യുന്നവരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇപ്പം പറയേണ്ട, നിങ്ങൾ പോയി പുരക്കു ഇരുന്നിട്ട് ചിന്തിച്ചോ. വായിക്കാനും പഠിക്കാനും ഒക്കെ അറിയുന്നവരല്ലേ, ആരും ഉമ്മീങ്ങളൊന്നും അല്ലല്ലോ, എഴുതാനും വായിക്കാനും അറിയാത്തവരൊന്നും അല്ലല്ലോ. ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? തീർച്ചയായിട്ടും പാരമ്പര്യ മുസ്ലിമീങ്ങളെയാണ്. അവർ ആകെ ചെയ്ത തെറ്റ് ജാറത്തിൽ പോയിട്ട് ഇലാഹദ്രത്തി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു തെറ്റും ഖുർആൻ കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട നൂഹ് നബി അവർക്കെതിരായിട്ട് ദുആ ചെയ്തു, കാഫിർ എന്ന് വിളിച്ചുകൊണ്ട്. ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഓ നൂഹ്, നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുകയാണ്. ആദ്യം നിന്റെ തൗഹീദ് നീ തെളിയിക്കണം. അല്ലാഹു അക്ബർ. അതെ, ദായികളുടെ ഉത്തരവാദിത്തമാണ് അവരവരുടെ സ്വന്തം തൗഹീദ് തെളിയിക്കുക എന്നുള്ളത്. എന്നിട്ട് മതി ബാക്കിയുള്ളവനെ നന്നാക്കല്. ഞാൻ അതോടെ നേരത്തെ പറഞ്ഞത്, സെൽഫികൾക്ക് തർബിയത്താണ്, ഷിയാക്കൾക്ക് ദഅവത്താണ്. സെൽഫികൾക്കുള്ള തർബിയത്ത് എന്താണ്? നാം മനസ്സിലാക്കിയ തൗഹീദ് 100% ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, നൂഹ് ഇസ്നഇൽ ഫുൽക ബിവഹി ബിഅയ്യുനിനാ വവഹയിനാ വഅയ്യുനിനാ. ഒരു കപ്പൽ ഉണ്ടാക്കണം. അത് കടലിന്റെ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്താകാൻ പറ്റൂല. അങ്ങ് പർവ്വതത്തിലായിരിക്കണം, മരുഭൂമിയിലായിരിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 കണക്കിന് വർഷം എടുത്തു ഒരു കപ്പൽ ഉണ്ടാക്കാൻ. അതിനുശേഷം 2ാമത്തെ ജോലി പൂർത്തിയാക്കാൻ പറഞ്ഞു. എന്താണ് 2ാമത്തെ ജോലി? മുസ്ലിമീങ്ങൾ 70 പേര് മാത്രമാണ് അന്ന് മുവഹിദുകളായത്. ഷിയാക്കളിൽ നിന്ന് സലഫിയത്തിലേക്ക് വന്നത് 70 പേരാണ്. ആ 70 പേരെയും കൊണ്ട് കപ്പലിൽ പോയി താമസിപ്പിക്കണം. ഏറ്റവും അല്ലാഹുവേ, നൂഹ് നബി അതും ചെയ്തു, വർഷങ്ങളെടുത്ത്. 3ാമത്തെ ഓർഡർ വന്നു, ഓ നൂഹ്, കാടുകളിൽ നിന്ന് മൃഗങ്ങൾ, ആ മൃഗങ്ങളിൽ നിന്ന് 2 ഇണകൾ, മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈൻ. ഈ 2 ഇണകൾ, 2 ആണാന 2 പെണ്ണാന, 2 ആൺസിംഹം 2 പെൺസിംഹം, 2 ആണാട് 2 പെണ്ണാട്. എത്ര കൊല്ലം എടുക്കും? ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നൂഹ് നബി എത്ര കൊല്ലം കൊണ്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാകുക? ഖുർആനാണ് വിട്ടത്. എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്ക് മനസ്സിലാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഒരു വിഭാഗമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ്. അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ ഹൃദയത്തിന് രോഗം പിടിപെട്ടിരിക്കുകയാണ്. അലോപ്പതിന്റെ ഗുളിക 2 മാസം കൊടുത്താൽ സംശയരോഗം തീരും. എല്ലാം തൗഹീദിലേക്കും നിസാരത്തിലേക്കും വന്നോളും. അന്ന് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വാഹപ്പ നിർത്തേണ്ട കേസല്ല, വിട്ടേക്ക്. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജോലി പൂർത്തിയാക്കി. അല്ലാഹു തആല പറഞ്ഞു, മതി, നിങ്ങൾ ഈമാൻ ഇസ്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, ഈമാനും പൂർത്തിയാക്കിയിരിക്കുന്നു, ഇഹ്സാനും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നടപടി തുടങ്ങാൻ പോവുകയാണ്. ദാ കണ്ടോളിൻ, ഒരു കാര്യമുണ്ട്. എന്റെ നടപടി വന്നു കഴിഞ്ഞാൽ ഫലാ തുഹാത്തിബിനി ഫില്ലദീന ലലമു ഇന്നഹും മുഗ്റഖൂൻ. എന്റെ നടപടി വന്ന് ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുക്കിക്കൊല്ലുന്ന സമയത്ത് നൂഹേ, അത് എൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ഉമ്മയാണ്, എൻ്റെ അനിയനാണ്, അതെൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ മോളഭർത്താവാണ്, എൻ്റെ മരുവാനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അല്ലാഹ് പറയാ നൂഹ് നബിയോട്, ഫലാ തുഖാതിബിനി, എന്നെ അഭിമുഖീകരിക്കരുത്, ഫില്ലദീന ലലമു, ഈ കൊടും പാതകം ചെയ്ത അഥവാ ജാറത്തിൽ അഭയം തേടിയ ഈ സമൂഹത്തെ ഞാൻ നശിപ്പിക്കുമ്പോൾ പരാതിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഇന്നഹും മുഗ്റഖൂൻ, ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് മുക്കിക്കൊന്നു. ചരിത്രം നിങ്ങൾക്കറിയാലോ, ചരിത്രം അറിയാം, വരികൾക്കിടയിൽ വായിക്കാനേ അറിയാതെ ഉള്ളൂ. ചരിത്രം എന്തിനു വേണ്ടിയും ചോദിച്ചാൽ ആർക്കും തിരിയില്ല, എല്ലാവരും കൈമലർത്തും. അവസാനം മുങ്ങിച്ചാകുന്ന കൂട്ടത്തിലെ മോനുണ്ടായിരുന്നു. മകൻ ഒരു ചുഴിയിൽ മുങ്ങിച്ചാകുമ്പോൾ നൂഹ് നബി കപ്പലിന്റെ പുറത്തുനിന്ന് നോക്കിയിട്ട് വിളിച്ചു, യാ ബുനയ്യർകം മഅനാ, ഓ മോനെ, ഈ തൗഹീദിന്റെ കപ്പലിൽ കയറിക്കോ, ജാറത്തിന്റെ കപ്പൽ നശിക്കും, തീർച്ചയായിട്ടും നശിക്കും. ആ സമയത്ത് മോൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത മല ഞാൻ നോക്കും, എന്നാലും നിങ്ങൾ തൗഹീദിന്റെ കപ്പലിൽ ഞാനില്ല. കേട്ടിട്ടില്ലേ? ഷെയ്ഖുന നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിൽ പോകാൻ തയ്യാറാണ്. കേട്ടിട്ടില്ലേ? നൂഹ് നബിന്റെ കോമിനെ കേട്ടിട്ടില്ലേ? ആരാന്നെന്താണെന്ന് എന്നോട് ചോദിക്കണ്ട. ഇപ്പൊ അന്ന് നൂഹ് നബിന്റെ മോനും പറഞ്ഞു അങ്ങനെ തന്നെയാണ്.
എൻ്റെ ശേഖന്മാര് വെള്ളത്തിൽ മുങ്ങി ചാവുമ്പോൾ ഞാനും ചത്തോളാം, ഏതാ നിങ്ങളുടെ കപ്പലിലേക്ക് ഞാനില്ല. അപ്പം ബാപ്പ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം. തൗഹീദിന്റെ പാശം പിടിച്ച അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവർക്കല്ലാതെ രക്ഷയില്ല മോനെ ഇന്ന്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും നൂഹ് നബിന്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടു. ഫഹാല ബൈനഹുമൽ മൗജ്. മൗജ് എന്ന തിരമാല. കപ്പലിന്റെയും നൂഹ് നബിന്റെ മോന്റെയും ഇടയിൽ ഭയങ്കരമായ ഒരു തിരമാല മറയായിട്ട് വന്നു നിന്നു. വകാന മിനൽ മുഗ്റഖീൻ. നൂഹ് നബിന്റെ മോൻ ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അല്ലേ? ഇതല്ലേ ചരിത്രത്തിന്റെ ആരംഭം. 1-ാം അധ്യായം അതോടെ അവസാനിച്ചു. തൗഹീദ് മാത്രം കപ്പലിൽ ജീവിക്കുന്നവരിൽ നിലനിന്നു. ശിർക്കും ജാറവും കംപ്ലീറ്റ് അല്ലാഹു കാലിയാക്കി ഭൂമിയിൽ നിന്ന്. അവസാനം തുടങ്ങുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിക്കാൻ ആവശ്യപ്പെടുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഹമ്മദുർ റസൂലുള്ളാഹിയിലെത്തിയ സംഭവം. ആരെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അഭിമുഖീകരിച്ചത്? ഹിന്ദുക്കളെയോ, ക്രിസ്ത്യാനികളെയോ, ജൂതന്മാരെയോ, മജൂസികളെയോ? വല്ലാഹി അഷ്റഫുൽ ഖൽക്കിന്റെ ആരംഭത്തിലുള്ള അഭിസംബോധിതർ ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു വേറെ ഏതെങ്കിലും മതത്തിൽ നിന്ന് മതം മാറി വന്നാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതോ മതത്തിൽ നിന്ന് മതം മാറിയതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വേറെ ഏതോ മതത്തിൽ നിന്ന് മതം മാറി വന്നാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് മൗലാനമാരെ കൊളമാക്കിയ ദീൻ, ആ ദീനിനെ പരിവർത്തിപ്പിക്കുകയല്ലേ അഷ്റഫുൽ ഖൽഖ് ചെയ്തത്? റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിനെ പറ്റിയും ബിഅസത്തിനെ പറ്റിയും എന്താണ് ഉലമാക്കൾ പറഞ്ഞത്? ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. എന്തിനാണ് മുഹമ്മദ് നബി വന്നത്? പുതിയ മതം ഉണ്ടാക്കാനോ? പുതിയ ദീൻ ഉണ്ടാക്കാനോ? ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. ഉപ്പുപ്പ ഇബ്രാഹിമിന്റെ ദീനിനെ പുതുക്കാൻ വേണ്ടി വന്ന ആളാ. എന്താ കാര്യം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. 4500 കൊല്ലത്തിൽ 4000 കൊല്ലവും ജാറം കഅബത്തിന്റെ അടുത്ത് തൊട്ടുനിട്ടില്ല. അള്ളാഹു അല്ലാതെ വേറെ ആരെയും ഖുറൈശികൾക്ക് പരിചയമില്ല. ആദം നബിന്റെ മക്കളെ പോലെ അള്ളാഹുവിനെ അല്ലാതെ അവർ വിളിച്ച് ശീലം വിവരിക്കില്ല. അവരെന്ത് ദോഷം ചെയ്താലും, എന്ത് പാപങ്ങൾ ചെയ്താലും ഇസ്മായിൽ നബിന്റെ പേരക്കുട്ടികൾക്ക് അള്ളാഹു അല്ലാത്ത ഒന്നിനെ അറിയില്ല. ഒരു ജാറത്തിലും അവരെത്തിയിട്ടില്ല, ഒരു ശൈഖിലും അവരെത്തിയിട്ടില്ല, ഒരു വദ്ദിലും സുവായിലും ഒന്നിലും അവരെത്തിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നതിന്റെ 500 കൊല്ലം മുമ്പ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് കഅബാലയത്തിന്റെ അടുത്ത് സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജാറത്തിന്റെ സാമ്പിള് ജാറമാക്കി അവതരിപ്പിച്ചത്. അംർ ബിനു അൽ ഖുസായി ഗോത്രക്കാരനാണ്. ഖുസായി ഗോത്രക്കാരുടെ ചരിത്രം നമുക്ക് അറിയേണ്ടതുണ്ട്. അംർ ബിൻ ലുഹൈ അയാളാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന് ഖുസൈ ഉപ്പ അഷ്റഫുൽ ഖൽക്കിന്റെ 5ാമത്തെ ഉപ്പുപ്പ ഖുസൈന്റെ കാലഘട്ടമാണത്. ഖുസൈ വലിയ കച്ചവടക്കാരനാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പുപ്പ 5ാമത്തെ ഉപ്പാപ്പ വലിയ കച്ചവടക്കാരനാണ്. റോമിലേക്ക്, പേർഷ്യയിലേക്ക്, യമനിലേക്ക്, സിറിയയിലേക്ക് കച്ചവട ചരക്കുമായിട്ട് പോകുന്ന വലിയ കച്ചവടക്കാരനാണ് ഉപ്പുപ്പ. ആ ഉപ്പുപ്പന്റെ കാലത്താണ് അംർ ബിൻ ലുഹൈ മക്കയിലേക്ക് കച്ചവടത്തിന് വന്നപ്പോൾ സിറിയയിൽ നിന്ന് ഒരു ജാറത്തിന്റെ സാമ്പിളുമായിട്ട് വന്നത്. എന്നിട്ട് കഅബാലയത്തിന്റെ ഹറമിന്റെ വെളിയിൽ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനോട് ഇടതേടുന്നത് മൂപ്പരെ വെച്ചുകൊണ്ടാണ്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അള്ളാഹ് നടത്തി തരുന്നത് മൂപ്പരെ വെച്ചുകൊണ്ടാണ്. ഖുറൈശികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഖുറൈശികൾ 2 ഗ്രൂപ്പായി. തൗഹീദിന്റെ ഖുറൈശികളും തൗഹീദ് ഇല്ലാത്ത ഖുറൈശികൾ 2 ഗ്രൂപ്പായി. ഭൂരിപക്ഷവും പറഞ്ഞു ഞങ്ങൾക്ക് പരിചയമില്ല, ഇബ്രാഹിമി മില്ലത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല, ഇബ്രാഹിമി ശരീഅത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ ഖുസൈ ഇടപെട്ടു. ഖുസൈ പറഞ്ഞു ഖുറൈശികളോട്, അടങ്ങിയിരിക്കും, നമുക്ക് ബിസിനസ് അല്ലേ, അവര് സിറിയക്കാരല്ലേ, സിറിയയിലേക്ക് ബിസിനസ്സിന് പോകുമ്പോൾ അവരെ സപ്പോർട്ട് നമുക്ക് കിട്ടണ്ടേ, നമ്മളൊന്നും നിരീക്ഷിച്ചാൽ മതി. ബഹുസ്വരത കേട്ടിട്ടില്ലേ? ബഹുസ്വരത. അങ്ങനെ ഖുസൈയിൽ നിന്നാണ് ഈ ബഹുസ്വരത വന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഒരുപാട് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എൻ്റെ നഫ്സോടും നിങ്ങളോടും ഞാൻ പറയുന്നു, ഇസ്ലാമിൻ്റെ 1ാമത്തെ കാര്യമായ ഷഹാദ സഹിയായിട്ടുണ്ടോ അതോ ബാത്തിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സഹിഹു ഇസ്ലാമക്കും സഹിഹു ഷഹാദത്തക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു, അള്ളാഹുവെ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്,
അല്ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് മാത്രമേ തിരിയുകയുള്ളൂ. തീർച്ച അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാമെന്ന് ഞാനിതാ നിനക്ക് ഉറപ്പ് തരുന്നു. ഇതാണ് ഷഹാദ. അപ്പൊ അള്ളാഹു ചോദിക്കുന്നു, നീ എങ്ങനെയാ തെളിയിക്കുക? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് മുഹമ്മദി റിസാലത്ത് എന്താണോ ആ വിഷയത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതനുസരിച്ച് ഞാൻ തെളിയിക്കും. അശ്ഹദു, ആ ഷഹാദത്തും ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണ് 2 ഷഹാദത്ത് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അൽക്കയിൽ ബിരിയാണിയിൽ ഒതുക്കിയത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് സലാത്ത് അൽക്കയിൽ ബിരിയാണിയിൽ ഒതുക്കിയത് ആര്? വല്ലാഹി ജൂതനാണ്, ഇസ്ലാമിനെ കൊല്ലാൻ. അതുകൊണ്ട് ഞാൻ എന്നെ ദിവസത്തോടും നിങ്ങളോടും പറയുന്നു, ഷഹാദത്ത് സഹിയാക്കുക. നിസ്കാരം സഹിയാക്കാൻ മെനക്കിടുന്നതുപോലെ, നോമ്പ് സഹിയാക്കാൻ മെനക്കിടുന്നതുപോലെ, സക്കാത്ത് സഹിയാക്കാൻ മെനക്കിടുന്നതുപോലെ, ഹജ്ജ് സഹിയാക്കാൻ മെനക്കിടുന്നതുപോലെ നാം ഷഹാദത്ത് സഹിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ ആവശ്യമാണ്. എല്ലാ ദിവസവും രാവിലെ റസൂലുള്ളാഹി തങ്ങൾ ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, കൂരിരുട്ടത്ത് കള്ളനെ പേടിക്കും പോലെ നിങ്ങളെ ഈമാൻ പൊളിഞ്ഞു പോകുന്നത് പേടിച്ചോളണം. യുസ്ബിഹു റജുലു മൂമിന, നേരം വെളുക്കുമ്പോൾ പ്യൂർ മൂമിനായിരിക്കും. വയുസ്ബിഹു കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ ഈമാൻ ബാത്തിലായിട്ടുണ്ടാവും. വയുംസി മൂമിന, വൈകുന്നേരം നല്ല പ്യൂർ മൂമിനായിരിക്കും. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് അത് പൊളിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് നാം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഷഹാദത്തിൻ്റെ അനുബന്ധം മാത്രമാണ്. നിസ്കാരം വല്ലാഹി ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല, അനുബന്ധമാണ്. സക്കാത്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല, അത് ഷഹാദത്തിൻ്റെ അനുബന്ധമാണ്. ഷഹാദത്തെ ലൈവാക്കി മരിക്കുന്നത് വരെ നിർത്താനുള്ള ഏർപ്പാടാണ് നിസ്കാരം. അതിനുള്ളതാണ് നോമ്പ്, അതിനുള്ളതാണ് സക്കാത്ത്, അതിനുള്ളതാണ് ഹജ്ജ്. ഷഹാദത്താണ് അടിസ്ഥാനം. അള്ളാഹു നാളെ ആഖിറത്തിൽ അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. നീ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അത് പാലിച്ചിട്ടുണ്ടോ അതോ വഞ്ചിച്ചിട്ടുണ്ടോ? നീ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നീ അത് പാലിച്ചിട്ടുണ്ടോ അതോ ലംഘിച്ചിട്ടുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അല്ലാഹു തആല അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സ്വഹീഹായ ഷഹാദാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അല്ലാഹുവിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല വലിയ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അള്ളാഹു അസ്ബാബുകളെ പരിഗണിക്കാതെ അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഇടപെട്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, അവർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുകയാണ്. മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലാണ്. എല്ലാവരെയും അള്ളാഹു അവൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നാം മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആ നല്ല തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല റസൂലിൽ മുസ്തഫ والرسول والنبي النبي المصطفى والرسول المرتضى وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم انصر جيوش المسلمين وفك أسر المأسورين واقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار
صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين ويا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.